Hello friends, Bits and Bytes മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML ക്ലാസ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടേബിൾസിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. ആരെങ്കിലുമൊക്കെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ബട്ടൺ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ പോയിട്ട് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രെയിം സെറ്റ് ടാഗിനെ പറ്റിയിട്ടൊക്കെയാണ്. സോ നമുക്ക് ഇരിക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഡിവൈഡിങ് ദ ബ്രൗസർ വിൻഡോ. അതായത് ചില സിറ്റുവേഷൻസിൽ ഒരു ബ്രൗസർ വിൻഡോയിൽ തന്നെ ഒന്നോ അതിലധികമോ വെബ് പേജുകളെ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ HTML യൂസ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിം സെറ്റ് ടാഗ്. അപ്പോൾ ഈ ഫ്രെയിം സെറ്റ് ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിനൊരു ഓപ്പൺ ടാഗും അതുപോലെ തന്നെ ഒരു ക്ലോസിങ് ടാഗും ഉണ്ടാകും. ഈ ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബ്രൗസർ വിൻഡോനെ ഡിഫറെൻറ്റ് ഫ്രെയിം സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് ഫ്രെയിം സെറ്റ് ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെയിൻ ആട്രിബ്യൂട്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ കോൾസ്. ദിസ് ആട്രിബ്യൂട്ട് ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് വെർട്ടിക്കൽ ഫ്രെയിംസ് ഇൻ ദ ഫ്രെയിം സെറ്റ് പേജ് ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻസ്. അതായത് ഒരു വെബ് പേജിനെ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് കോൾസ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രെയിം സെറ്റ് കോൾസ് ഇസ് ഈക്വൽ ടു 30%, 500, then സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് 30% ഉണ്ട്, 500 ഉണ്ട്, ദെൻ സ്റ്റാർ ഉണ്ട്. 3 വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് നമ്മൾ 3 ഫ്രെയിമായിട്ടാണ് ആ വെബ് ബ്രൗസറിനെ, ആ വെബ് പേജിനെ ഡിവൈഡ് ചെയ്തേക്കണത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 30% എന്ന് വെച്ചാൽ എന്താണ്? അതായത് അതിൻ്റെ സൈസ്, അതായത് ഫസ്റ്റ് ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30%. അത്രയും സ്പേസ് ആണ് അതിന് വേണ്ടത്. ഓക്കെ, ദെൻ 500 എന്ന് വെച്ചാൽ എന്താണ്? 500 പിക്സൽ, അത്രയും സ്പേസ് ആണ് നമ്മൾ അടുത്ത സെക്കൻഡ് ഫ്രെയിമിന് കൊടുക്കുന്നത്. ദെൻ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസ് തേർഡ് ഫ്രെയിമിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് 3 രീതിയിൽ സ്പേസ് കൊടുക്കാവുന്നതാണ്. ഒന്ന് പെർസെൻറ്റേജ് ആയിട്ട്, ദെൻ പിക്സലിൽ, ദെൻ സ്റ്റാർ, ഇങ്ങനെ 3 രീതിയിൽ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് റോസ്. റോസ് സിമിലർ ആണ്, അതായത് കോൾസിനോട് തന്നെ സിമിലർ ആയിട്ടുള്ളത്. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വെബ് ബ്രൗസറിനെ നമ്മൾ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദ ബോർഡർ. വി ക്യാൻ സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ബോർഡർ ഫോർ ദ ഫ്രെയിംസ് ബൈ യൂസിങ് ദ ബോർഡർ ആട്രിബ്യൂട്ട്. അതായത് ബോർഡർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫ്രെയിംസിൻ്റെ ബോർഡറിൻ്റെ തിക്നെസ് ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ വാല്യൂ കൊടുക്കുന്നത് പിക്സലിലാണ്. ദെൻ ബോർഡർ കളർ. വി ക്യാൻ സ്പെസിഫൈ ബോർഡർ കളർ ബൈ അസൈനിങ് എ കളർ ടു ദിസ് ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ ആ ബോർഡറിന് ഒരു പ്രത്യേക കളറും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബോർഡർ കളർ. ഇതാണ് 4 ഫ്രെയിം സെറ്റ് ടാഗ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രെയിം ടാഗ്. Frame tag is an empty tag and it defines the frames inside the frame set. Frame tag എന്ന് പറയുന്നത് ഒരു empty tag ആണ്. എന്ന് വെച്ചാൽ എന്താണ്? അതിന് ഒരു ഓപ്പൺ ടാഗും ക്ലോസിങ് ടാഗും ഒന്നും ഉണ്ടാവില്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം സെറ്റ് ടാഗ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫ്രെയിമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അവിടെ ഒരു വെബ് പേജ് ലോഡ് ചെയ്ത് വരണം അല്ലേ? അപ്പോൾ അത് ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഫ്രെയിം ടാഗ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് one is the SRC. SRC specifies the URL of the document to be loaded in the frame. അതായത് ആ ഫ്രെയിമിൽ ലോഡായി വരുന്ന വെബ് പേജിൻ്റെ URL അല്ലെങ്കിൽ അതിൻ്റെ വെബ് അഡ്രസ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പം നമ്മൾ ഏത് വെബ് പേജാണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് ആ വെബ് പേജിൻ്റെ URL അല്ലെങ്കിൽ അതിൻ്റെ വെബ് അഡ്രസ്സ് എന്ത് ചെയ്യുന്നു? ഈ SRCയിൽ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ സ്ക്രോളിംഗ്. Then the content inside a frame exceeds the frame size. A scroll bar appears depending upon the value of the scrolling attribute. അതായത് നമ്മൾ കൊടുക്കുന്ന വെബ് പേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആ ഫ്രെയിം സൈസിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? സ്ക്രോളിംഗ് എന്ന ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്ക്രോളിങ്ങിന് ഓട്ടോ ഇങ്ങനെ 3 വാല്യൂസാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രോളിങ് S എന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു സ്ക്രോൾ ബാർ വരും, നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നോ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സ്ക്രോൾ ബാർ വരില്ല, അപ്പോൾ നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഓട്ടോ ആണ്. അതായത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ആ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുണ്ട് എങ്കിൽ, അതായത് ആ ഒരു നോർമൽ ഡിസ്പ്ലേ ഏരിയനൊക്കെ കൂടുതലും ഉണ്ട് എങ്കിൽ
എന്ത് സംഭവിക്കും, അവിടെ ഒരു സ്ക്രോളിംഗ് ബാർ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആണ് നോറീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് യൂസേഴ്സ് ഫ്രം റീസൈസിങ് ദ ബോർഡർ ഓഫ് എ സ്പെസിഫിക് ഫ്രെയിം ബൈ ഡ്രാഗിങ് ഓൺ ഇറ്റ്. അതായത് കൊടുത്തിട്ടുള്ള ഫ്രെയിമിനെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കോ വലുതാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് നോ റീസൈസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ദ മാർജിൻ വിഡ്ത്ത് ആൻഡ് മാർജിൻ ഹൈറ്റ്. മാർജിൻ വിഡ്ത്തും ഹൈറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉള്ള മാർജിൻസിനെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് ആട്രിബ്യൂട്ട്. ദെൻ നെയിം, ഇറ്റ് ഗീവ്സ് ദ നെയിം ടു എ ഫ്രെയിം, അതായത് ഫ്രെയിമിന് നെയിം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെയിം ആട്രിബ്യൂട്ട്. ഓക്കെ, ദെൻ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇതിൽ വന്നിട്ട് ഫ്രെയിം സെറ്റ് റോസ് ഇസ് ഈക്വൽ ടു 3 ഫ്രെയിംസ് ആണുള്ളത്. ആദ്യത്തെ ഫ്രെയിമിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് 50%, ദെൻ സെക്കൻഡ് വൺ 30% ആൻഡ് തേർഡ് വൺ ഈസ് ദ 50% ആണ് വന്നിട്ടുള്ളത്. ദെൻ ബോർഡർ വന്നിട്ട് 15, അതിൻ്റെ സൈസ് വന്നിട്ട് ദെൻ ബോർഡർ കളർ ഇസ് ഈക്വൽ ടു റെഡ്. അപ്പം ഇങ്ങോട്ടേക്ക് നോക്കി, അതായത് റെഡ് കളറാണ് ബോർഡർ വന്നിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ഒരു സ്കൂളിൻ്റെ സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഫ്രെയിമിൽ വന്നിട്ട് ഒരു HTML ഫയലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ദ ഒരു ഇതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 3 ഫ്രെയിംസാണുള്ളത്. നമ്മളതവിടെ ക്ലോസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, ഇവിടെ ഒരു സ്ക്രോൾ ബാർ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രോളിങ് ഈ ഒരു ഫീച്ചർ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വന്നിട്ട് സ്ക്രോളിങ് ഈക്വൽ ടു നോ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടുത്തെ ആ സ്ക്രോൾ ബാർ പോയിട്ടുണ്ട്. ഓക്കെ, എസ് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, വീണ്ടും അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് നോ റീസൈസ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ, നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ നോൺ റീസൈസ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് പിന്നെ റീസൈസ് ചെയ്യാനുള്ള ആ ഒരു ഇത് വരുന്നില്ല. ഓക്കെ, നമുക്ക് റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, റീസൈസ് ചെയ്യണമെങ്കിൽ ഈ സംഭവം വരണം, പക്ഷെ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ റീസൈസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് നോ ഫ്രെയിംസ് എന്ന ഒരു ഇതിൻ്റെ ഉള്ളിൽ യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചില കേസുകളിൽ ഫ്രെയിംസ് സപ്പോർട്ട് ചെയ്ത് വരില്ല. ഓക്കെ, ചില വെബ് ബ്രൗസറിൽ ഫ്രെയിംസ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു കണ്ടൻറ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോ ഫ്രെയിംസ് എന്ന ടാഗ് യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓൾട്ട് എന്ന ഒരു ടാഗിനെ പറ്റിയിട്ട്. അതായത് ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട സ്ഥാനത്ത് ഡിസ്പ്ലേ ചെയ്ത് വന്നില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ആ ഓൾട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണത് എന്താണോ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും, അതായത് ഒരു ഫ്രെയിം സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാഗ് യൂസ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ്സ്. അതായത് നെസ്റ്റിംഗ് എന്നൊരു ടേം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ഫ്രെയിം സെറ്റ് വിത്തിൻ അനദർ ഫ്രെയിം സെറ്റ്. ഒരു ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫ്രെയിം സെറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നെസ്റ്റിംഗ്. ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഫ്രെയിം 1 ദെൻ ഫ്രെയിം 2 ആൻഡ് ഫ്രെയിം 3 ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രെയിം സെറ്റ് റോസിൽ ഫസ്റ്റ് വന്നിട്ട് 50% ആൻഡ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതായത് 2 റോസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് റോയുടെ സ്പേസ് എന്ന് പറയുന്നത് 50%ഉം സെക്കൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഉള്ളതുമാണ്. അതിൽ ഫസ്റ്റത്തെ വന്നിട്ട് റോയിൽ വന്നിട്ട് ഡിസ്പ്ലേ ആകുന്നത് സ്കൂളിൻ്റെ സൈറ്റാണ്. ഓക്കെ, ഇത് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, സ്കൂളിൻ്റെ സൈറ്റാണ് ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്രെയിം സെറ്റ് ചെയ്തേക്കുവാണ്. കോളത്തിൽ 50% ഫസ്റ്റ് കോളം, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്പേസാണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്നിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വന്നിട്ട് ഒരു HTML ഫയലാണ് കൊടുത്തിട്ട്.
അപ്പോൾ ഒരു ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫ്രെയിം സെറ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കണം, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എനിക്ക് മാത്രമേ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. Until then, this is Bhagyashree signing off.